കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ നല്ല അത്യുഗ്രം വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അപർണയ്ക്കും സുമംഗലിക്കും എല്ലാം നല്ല വമ്പം തിരിച്ചടി കിട്ടുന്നതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത്. സൂര്യനാരായണന്റെ ചുറ്റും പ്രഭാവതി സുമംഗല എല്ലാം നിൽക്കുകയാണ്. പിന്നീട് സുമംഗല ചോദിച്ചു, അല്ല സൂര്യ, നീ എന്താ മറുപടി ഒന്നും പറഞ്ഞില്ല? അബിക്കും ജാനകിയോട് ഒരു വീടൊക്കെ നൽകി അവരെ മാറ്റി താമസിപ്പിക്കുന്നതല്ല നല്ലതെന്ന് ചോദിക്കുക. ഇത് കേട്ട സൂര്യനാരായണൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് സമയം പുറത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കുക, ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കാന്ന് പറയണം. പിന്നീട് അവരെല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങി വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് നേഴ്സ് വന്നിട്ട് ചോദിച്ചു, അല്ല സൂര്യ സാറിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നല്ലോ, സാറ് ഭയങ്കര സന്തോഷത്തിലല്ലേന്ന് ചോദിക്കണം. അതെ, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാ. മോളൊരു കാര്യം ചെയ്യാം, എന്റെ ആ ഫോണും കിടക്കുക, അതിനകത്ത് ഒരു നമ്പർ ഞാൻ പറയാം, അത് ഡയൽ ചെയ്ത് എനിക്കൊന്ന് തരാൻ പറയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുവാണ്, ആ നേഴ്സ് നമ്പർ ഡയൽ ചെയ്ത് കൊടുത്തു. പിന്നീട് സൂര്യനാരായണൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ഈ സമയം എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഇതിന്റെ അമൃത സുമംഗലോട് ചോദിച്ചു, അല്ല മുത്തശ്ശി അകത്ത് കയറിയിട്ട് അച്ഛനോട് എന്താ പറഞ്ഞത്? അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞു ചോദിക്കുക. ഞാൻ എന്തിനാ അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യം പറയണം? ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല, പിന്നെ ഞാൻ ഇത്ര മാത്രം പറഞ്ഞു. അബിയുടെയും ജാനകിയുടെയും കാര്യമൊക്കെ ഇനിയിപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. വീതം വെക്കേണ്ടതൊക്കെ വീതം വെക്കുക തന്നെ ചെയ്യണം. അബിക്കും ജാനകിക്കും എത്രയും പെട്ടെന്ന് ഒരു വീതം കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഒരു വീതം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വീടെടുത്ത് കൊടുക്കുവാണെങ്കിൽ അവരവരുടെ പാട് നോക്കി പൊയ്ക്കോളൂല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞെന്ന് പറയണം. അത് കേട്ടോ അമൃത ചോദിച്ചു, അതെന്തിനാ മുത്തശ്ശി ഇപ്പൊ അങ്ങനെ പറയാൻ പോയി നിൽക്കുക? പിന്നെ എങ്ങനെ പറയണം? എപ്പോഴാണെങ്കിലും അവരാ വീട്ടിൽ നിന്ന് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവർക്ക് വേറൊരു വീടെടുത്ത് കൊടുത്താൽ അവരങ്ങോട്ട് മാറി താമസിച്ചോളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ജാനകിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജാനകി വന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങളോട് അവിടുന്ന് മാറി താമസിക്കാൻ പറയാൻ മുത്തശ്ശിക്ക് ആരാ അധികാരം തന്നെന്ന് ചോദിക്കുക. നീ എന്താടി പറഞ്ഞേ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? അതെ, അളകാപുരയിലും മൂത്ത മോനാണ് അഭിയേട്ടന്. അഭിയേട്ടൻ എത്ര അധികാരം ആർക്കെങ്കിലും ഉണ്ടോ അവിടെ? ബാബിയേട്ടൻ വന്നതിന് ശേഷമല്ലേ ബാക്കി എല്ലാവരും ഉണ്ടായത്, അറിയാലോ. ഒരു പക്ഷേങ്കില് അഭിയേട്ടന്റെ അച്ഛൻ വേറെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അതും മുത്തശ്ശിക്കും അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടും പ്രഭാവതിയുടെ മുഖം കുഞ്ഞു, അജയുടെ എല്ലാം മുഖം കുഞ്ഞുപോയി. എന്തേലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് ആരും ഇറക്കി വിടാണ്ട് നോക്കണ്ട, ഒരിക്കലും അത് നടക്കാനും പോകുന്നില്ല. അങ്ങനെ ഇറക്കി വിടാന്ന് ആരുടെയും മനസ്സിൽ വ്യാമോഹം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റി വെച്ചാലേ. അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിപ്പോയാനും അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാണ്. ജാനകി ഇത് പറഞ്ഞപ്പോ സുമകൾ, ഓഹോ നീ എന്റെ നേർക്കൊന്ന് സംസാരിക്കാറായെന്ന് ചോദിക്കും. അതിനിപ്പോ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാനേ അളകാപുരിയിലെ മൂത്ത മോന്റെ ഭാര്യ, അവിടെ എനിക്ക് എല്ലാവിധ അധികാരങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം പറയുന്നേ, അങ്ങനെയൊന്നും അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമല്ല മുത്തശ്ശി. അതിനുള്ള വെള്ളം കൂടെ വാങ്ങി വെച്ചേക്കാൻ പറയാണ്. ഇതിൽ ഒരടി കിട്ടാനില്ല സുമംഗലിക്ക്. പെട്ടെന്ന് സുമംഗല പറഞ്ഞു, അവളുടെ അഹങ്കാരം കണ്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അജയ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് കിട്ടാനുള്ള ഓഹരി ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ അളകാപുരി വിട്ടുപോയിക്കോളാം. എനിക്ക് ഈ അളകാപുരി കെട്ടിപ്പിടിച്ചൊഴിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ നിരഞ്ജന പറഞ്ഞു, അജയ് പിന്നെ അങ്ങനെ പറയുള്ളൂന്നറിയാം. ഒരു പക്ഷേങ്കില് അജയ് ആയിരുന്നു അഭിയേട്ടന്റെ സ്ഥാനത്ത് ജനിച്ചിരുന്നെങ്കിൽ ഇപ്പം അജയ് എല്ലാരും വരച്ച വരയെ നിർത്തിയാനും എല്ലാവരുടെയും മുന്നിൽ അജയ് ഹീറോ ആയിട്ട് നിന്നാണ്. അഭിയേട്ടൻ പക്ഷെ അത് ചെയ്യാത്ത അറിയാലോ. പിന്നെ ഇനി കൂടുതൽ പറയിപ്പിക്കേണ്ട കാര്യമുണ്ട് അജയ് എന്ന് ചോദിക്കുക. അജയുടെ നാവടഞ്ഞു. ആ സമയത്താണ് സക്കീർ വക്കീൽ അങ്ങോട്ട് വരുന്നത്. സക്കീർ വക്കീലിനെ കണ്ട് ബാക്കി എല്ലാവരുടെ മുഖത്തൊരു പതർച്ചയുടെ, എന്തിനായിരിക്കും വക്കീൽ വന്നേ? വെറുതെ വരത്തില്ല, അച്ഛൻ വിളിച്ചിട്ട് വന്നാന്ന് മനസ്സിലായി. പിന്നീട് സക്കീർ വക്കീൽ പറഞ്ഞു, അതെ ഞാൻ സൂര്യ സാറിനെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പെട്ടെന്ന് അപർണയ്ക്ക് അപകടം വന്നു. അപർണ അജയോട് പറഞ്ഞു, ഈ വരവ് അത്ര ശരിയായിട്ടുള്ള വരവല്ല, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് പറയാം. പിന്നീട് അപർണ അജയം വിളിച്ചോണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. ചെന്നിട്ട് കണ്ടില്ലേ സക്കീർ വക്കീൽ വന്നിരിക്കുന്നേ? സക്കീർ ഹുസൈൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതെന്താന്ന് അറിയില്ല അജയ്. ഒരു പക്ഷേങ്കില് അളകാപുരിന്ന് അഭിയും ജാനകിയും പുറത്തേക്കാണോ അകത്തേക്കാണോ എന്ന് അറിയത്തില്ല. ഈ വരവിന്റെ ഉദ്ദേശലക്ഷ്യം തന്നെ അതാന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അറിയണം. എന്ത് സൂക്ഷിക്കാനായിട്ട്? ഒരു കാരണവശാലും അളകാപുരി വീടൊന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് അറിയണം. അപ്പോഴേക്കും നിരഞ്ജന അങ്ങോട്ട് വന്നു. നിരഞ്ജന വന്നിട്ട് ചോദിച്ചു, അജയ് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനെ കാണാനാണോ അതോ സ്വത്ത് ഭാവം വെക്കാനാണോ ചോദിക്കും. നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? നാണമുണ്ടോ അജയ്ക്ക്? അച്ഛനിങ്ങനെ ഈ അവസ്ഥയെ കിടക്കുമ്പോഴാണോ ഇവളുമായിട്ട് ചേർന്നിട്ട് ഈ ഓരോ തന്ത്രങ്ങളൊക്കെ മെനയുന്നേ? ഇവൾക്ക് ഇതൊക്കെ വെറും ഒരു കുട്ടിക്കളി തമാശയായിരിക്കും, കണ്ട് രസിക്കാനുള്ള കാര്യമായിരിക്കും. പക്ഷെ ആ അകത്ത് കിടക്കുന്ന ആരാന്നറിയോ? അജയുടെ അച്ഛനാ. ആ ഒരു ചിന്തയെ ഓർമ്മ അജയ്ക്ക് വേണം. അജയ് ചെയ്യുന്ന ക്രൂരതയ്ക്കുണ്ടല്ലോ അജയ് പിന്നീട് അനുഭവിക്കുമെന്ന് പറയാം.
നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോ നിരഞ്ജന ഇപ്പൊ ഇങ്ങോട്ട്? നീ എന്തിനാ വന്ന് ഇതൊക്കെ എന്നോട് പറയണമെന്ന് ചോദിക്കാം. ഞാനിതിപ്പം നിന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് നിനക്ക് ഒരു കുറ്റബോധം ഉണ്ടാവരുത്. നിനക്ക് നന്നാവാൻ ഇനി സമയമുണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പോ നിരഞ്ജന പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അപർണ പറഞ്ഞു, നിരഞ്ജനെ, നീ ആ അബിയുടെയും ജാനകിയുടെയും പുറകെ വാലെ തൂങ്ങി നടക്കാതെ സ്വന്തമായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്ക്. അവർക്ക് വേണ്ടി ഓശാന പാടി നടന്നാലേ അവസാനം വരുമ്പോ നീ ഒന്നുമില്ലാത്തവളായി തീരും. നീ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അതെ, അത് കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാന്ന് പറയാ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായിട്ടൊരു തീരുമാനം പോലും എടുക്കാൻ അറിയത്തില്ലാതെ ഇവളെ പോലുള്ള ഒരുത്തിനെ ഭാര്യയായിട്ട് കിട്ടിയതാ അജയ് നിന്റെ നാശം എന്ന് പറഞ്ഞിട്ട് അപർണ അങ്ങോട്ടേക്ക് പോവാണ്. അജയ് പെട്ടെന്ന് ചോദിച്ചു, നീ എന്തിനാ നിരഞ്ജനെ അപർണയോട് അങ്ങനെയൊക്കെ പറയാൻ പോയി നോക്കിയാ? എന്ത് പറഞ്ഞെന്ന്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറയുവാണെങ്കിലോ? അജയ്ക്ക് എന്താ പൊള്ളിയോന്ന് ചോദിക്കണം. നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടേക്ക് അങ്ങോട്ടേക്ക് പോവാണ്. നിരഞ്ജനയ്ക്ക് സങ്കടവും ദേഷ്യം വന്നു. കാരണം അജയുടെ മറ്റൊരു മുഖമാണ് ഇപ്പൊ നിരഞ്ജന കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല അജയ്. അജയ് വേറെ മൈൻഡായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. അജയുടെ മനസ്സ് വേറെ എന്തൊക്കെയോ കുടികൊണ്ടുണ്ട്. സ്വത്തുക്കളെ സ്വന്തമാക്കണം എന്നൊരു ചിന്ത മാത്രമോ അജയുടെ മനസ്സിലുള്ളൂ എന്നോർത്ത് കഴിഞ്ഞപ്പോ നിരഞ്ജനയ്ക്ക് ഭയങ്കര വിഷമായിപ്പോയി. പിന്നീട് എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ആ സമയം സൂര്യനാരായണന്റെ അടുത്തേക്ക് സക്കീർ വക്കീല് ചെല്ലുവാണ്. വക്കീല് ചെന്ന് കഴിഞ്ഞിട്ട് സൂര്യനാരായണൻ പറഞ്ഞു, വക്കീലെ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ നിൽക്കും? എല്ലാം ഓക്കെയാണ് സാർ, ഇനി ഒരു കുഴപ്പമില്ല. അന്നൊരു കാര്യം ചെയ്യാം, താൻ ആദ്യം ഒന്ന് വായിച്ച് ഞാനത് കേൾക്കട്ടെ, ഞാനത് കേട്ടൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറയാണ്. ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും ആസ്വദിച്ചാൽ മതി എന്ന് പറയണം. പിന്നീട് ആ വിൽപത്രം അതങ്ങനെ വായിച്ച് കേൾപ്പിക്കണം സൂര്യനാരായണ സക്കീർ വക്കീല്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണ ഭയങ്കര ആശ്വാസമായി. മതി, ഇത് മതി, ഇനി എല്ലാവരെയും അകത്തേക്ക് വിളിച്ചോളാൻ പറയണം. ഈ സമയത്ത് പുറത്താകപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് പ്രഭാവതി സുങ്കലയൊക്കെ. അപർണ പറഞ്ഞു, എന്തൊക്കെയോ അകത്ത് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അമ്മ പോലും അകത്തേക്ക് കയറി ചെന്നിട്ട് അമ്മേനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടെ. അവിടെ എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ ഇരിക്കുന്ന കഴിയുമ്പത്തിനും എല്ലാവരും അകത്തേക്ക് വിളിപ്പിക്കുമെന്ന് പറയും. പിന്നീട് എല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ എല്ലാവരും ചെന്ന് കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ ചോദിച്ചു, എല്ലാവരും എത്തിയോന്ന് ചോദിക്കുക. അഭി പറഞ്ഞു, എത്തിയച്ചാന്ന് പറയാം. എന്നാ നമുക്കിനി തുടങ്ങാം അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും സുങ്കല ചോദിച്ചു, എന്താ എന്താ സൂര്യ നീ പറയണേ? എന്ത് തുടങ്ങുന്നതിനെ കുറിച്ചാന്ന് ചോദിക്കുക. അല്ല, അമ്മ മുമ്പ് എന്നോട് ചോദ്യം ചോദിച്ചില്ലായിരുന്നോ വീടിനെ കുറിച്ചൊക്കെ? ഇനിയിപ്പം ഞാൻ എന്തിനാ എല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കണേ? ഇനിയിപ്പം ഞാനതും കൂടെ തീരുമാനം എടുത്തു, വീതം വെക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം. ഇത് കേട്ടതും സുമംഗലയിൽ പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി. പിന്നീട് സൂര്യനാരായണൻ പറഞ്ഞു, എനിക്ക് ആദ്യത്തെ തെറ്റു പറ്റിയത് എവിടെയാണെന്നറിയാവോ? ജാനകിയെ ഞാൻ വിശ്വസിച്ചു പോയി. കാരണം കുടുംബ പ്രശ്നം അല്ല, വലിയൊരു ദുരന്തം, തമ്പി ഞാനുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാന്നുള്ള രീതിയിലാണ് അപർണയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ അന്ന് ഞാൻ ജാനകിനെ വിശ്വസിച്ചു. അത് ഞാൻ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ അവള് അപർണ വീട്ടിലേക്ക് കയറുവെന്നെ അവരുടെ കല്യാണം നടത്തി കൊടുത്താണ് അതെനിക്ക് പറ്റിയ തെറ്റ്. പക്ഷെ ജാനകിയും അബിയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പക്ഷെങ്കിൽ അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നെങ്കിലും ജാനകി നല്ല കുട്ടിയാന്ന് അറിഞ്ഞിട്ട് ഞാൻ ജാനകിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് അവർ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് മാത്രമല്ല, അതിന്റെ പിന്നിൽ വേറെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഈ സൂര്യനാരായണൻ ആരാന്ന് നിങ്ങൾ ഇതുവരെ അളന്നിട്ടില്ല. ഈ സൂര്യനാരായണനെ അളക്കാനായിട്ട് ആരും ഇന്നുവരെ പഠിച്ചിട്ടുമില്ല. ശരീരം തളർന്നു പോയെങ്കിലും എന്റെ മനസ്സ് തളർന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും പഴയ ആ സൂര്യനാരായണനായിട്ട് തന്നെ ഇവിടെ കിടക്കുന്നത്. എന്റെ പ്രതാപത്തിനൊന്നും ഒരു മങ്ങലും ഏറ്റിട്ടില്ല. ഞാൻ ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ മരിക്കാനും പോകുന്നില്ല. ഈ കിടക്കുന്ന കിടപ്പിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരും. എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ ദൃഢനിശ്ചയം കൊണ്ട്. എനിക്ക് ഇനിയും ചെയ്തു തീർക്കാനായിട്ട് പല കാര്യങ്ങളുണ്ട്. ഒരിക്കലും അതിനു മുമ്പ് എനിക്കൊന്നും സംഭവിക്കാനായിട്ടൊന്നും പോകുന്നില്ല. പിന്നെ എന്നെ അങ്ങ് താഴ്ത്തി കളയാന്ന് വല്ലതും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ആ സമയം സുമംഗല പറഞ്ഞു, അല്ല, നീ എന്തൊക്കെ സൂര്യ പറയണേ? നീ സ്വത്തും ഭാഗം വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതെ അതേമേ, അമ്മ ചോദിച്ചുള്ള മറുപടിയാ പറഞ്ഞേ. പെട്ടെന്ന് അജയ് ചോദിച്ചു, അല്ല, സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് ചോദിച്ചല്ലോ. അച്ഛന്റെ സ്വത്താണോ അമ്മയുടെ സ്വത്താണോ ഭാഗം വെക്കുന്ന ചോദിക്കുക. എന്റെ സ്വത്താ ഞാൻ ഭാഗം വെക്കാൻ പോകുന്നു പറയാ. പിന്നീട് വക്കീലിനോട് പറഞ്ഞു, തുടങ്ങിക്കോ സക്കീർ വക്കീലെന്ന് പറയണം. അങ്ങനെ സക്കീർ വക്കീൽ വായിക്കാൻ തുടങ്ങണം. അതിനുമുമ്പ് വക്കീല് കാര്യം പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതിനു മുമ്പ് ഒരു നിബന്ധനയുണ്ട്. കാരണം ഈ സ്വത്ത് ഭാഗം വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഈ സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു വിൽപത്രം മാത്രമാണ്. സൂര്യസാറിന്റെ മരണത്തിന് ശേഷം മാത്രമേ അത് പ്രാവർത്തികമാവത്തുള്ളൂ. പക്ഷേങ്കിൽ അതിനു മുമ്പ് ആരെങ്കിലും അളകാവരി വീട് വിട്ടു പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വത്തുകൾ കാണത്തില്ല. സാറിന്റെ മരണം വരെ 4 ആൺമക്കളും വീട്ടിലുണ്ടായിരിക്കണം. അല്ല, 3 ആൺമക്കളും വീട്ടിലുണ്ടായിരിക്കണം. അല്ലാതെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഒരു അവകാശം ഉണ്ടായിരിക്കില്ലെന്ന് പറയാണ്. പിന്നെ സ്വത്തിന്റെ കാര്യമല്ല, അങ്ങനെ തന്നെയാന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജയ് ഇങ്ങനെ ഒന്ന് പ്രഭാവതിനെ നോക്കുകയാണ്. പ്രഭാവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അജയ് പറഞ്ഞു, അല്ല, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ പറയണം. 3 റിസോർട്ട് അതിന്റെ കാര്യത്തിൽ എങ്ങനെ തീരുമാനമായി വക്കീലെ? അതെനിക്ക് ആദ്യം അറിയണ്ടേന്ന് പറയാം.
കൊള്ളാലോ. പെട്ടെന്ന് സൂര്യനാരായണൻ പറഞ്ഞു, വക്കീൽ ആദ്യം ആ കാര്യം കൂടെ പറഞ്ഞു കൊടുക്കുക, കേൾക്കാൻ ക്ഷമയില്ലാത്ത ആളല്ലേ, പറഞ്ഞു കൊടുത്തേക്കാൻ പറയണം. സൂര്യനാരായണന്റെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ പറഞ്ഞു, ആ റിസോർട്ടിന്റെ കാര്യത്തിൽ തീരുമാനം എത്തിയിട്ടുണ്ട്. അത് ഭാര്യയ്ക്കും മക്കൾക്കും തുല്യമായിട്ട് അത് വീതിച്ചെടുക്കാം. അത് വിറ്റിട്ടാണെങ്കിൽ വിറ്റിട്ട് പൈസ എടുക്കാം, അല്ലാതെ ആണെങ്കിൽ ഓരോരുത്തർക്ക് വീതം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും മേടിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ഷെയർ കൊടുത്തിട്ട് അത് വാങ്ങിച്ചെടുക്കാം. അതങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായെന്ന് പറയാം. അത് കേട്ടതും അജയ്ക്കോ അപർണയ്ക്കോ ഭയങ്കര സന്തോഷമായി. രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. ആ സമയം പ്രഭാവതി ചോദിച്ചു, അല്ല കമ്പനിക്കാര്യത്തിൽ എങ്ങനെയാന്ന് ചോദിക്കാണ്. കമ്പനിയുടെ കാര്യം. ഇത് കേട്ടതും വക്കീല് പറഞ്ഞു, കമ്പനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. അതിന്റെ കാര്യങ്ങളൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ ബോർഡ് മീറ്റിംഗ് അംഗങ്ങളെന്ന് പറഞ്ഞാൽ മക്കളും ഭാര്യയുമാണ്. അപ്പം അതിന് ലാഭവിഹിതം ഒക്കെ തുല്യമായിട്ട് എല്ലാവരും ഷെയർ ചെയ്തെടുക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, അല്ല അതെങ്ങനെ ശരിയാവും വക്കീല് നിയമമൊക്കെ പഠിച്ചാലേ, വക്കീലർക്ക് കുറെ നിയമങ്ങളൊക്കെ അറിയാൻ പാടില്ലെന്ന് നിൽക്കും. ഇത് കേട്ടതും വക്കീൽ അജയോട് പറഞ്ഞു, കൂടുതൽ അജയ് എന്നെ നിയമം പഠിപ്പിക്കാൻ വരണ്ട. കാരണം നിയമം പഠിക്കുന്നതിന് കുറെ നാൾ മുമ്പ് തന്നെ ഞാൻ നിയമം പഠിക്കാൻ തുടങ്ങിയതാ. അതുകൊണ്ട് എനിക്കറിയാൻ കാര്യങ്ങൾ, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, അന്നാ ഇനി വിൽപത്രം വായിക്കാൻ തുടങ്ങാന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് ആദ്യത്തെ പേജ് അങ്ങോട്ട് വായിക്കണം. അളകാപുരി വീട് അബിയുടെയും ജാനകിയുടെയും പേരിലേക്ക് തീരെഴുതി കൊടുക്കുന്നുള്ള. ഇത് കേട്ടോ എല്ലാവരും ഞെട്ടിപ്പോയി. പെട്ടെന്ന് അപർണ പറഞ്ഞു, ദീ വക്കീല് വെറുതെ എങ്ങനെ ഈ കള്ളത്തരം വായിക്കാനെന്നല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. വക്കീലിന്റെ വായത്തൊന്നും പറയാതെ വന്നിരിക്കുന്നതല്ലെന്ന് പറയണം. വിൽപത്രത്തിൽ എന്തുണ്ടാ അത് വായിക്കാനാ വക്കീലിനോട് പറഞ്ഞിരിക്കുന്നു പറയാം. ഇത് കേട്ടതും വക്കീല് ചോദിച്ചു, അല്ല കൊച്ചെന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഞാനിവിടെ ചിത്രകഥ പുസ്തകം വായിക്കാൻ വന്നിരിക്കുന്നതാണോ? ഇത് വിൽപത്ര വായിക്കുന്നേ, സൂര്യനാരായണ സാറിന്റെ വിൽപത്ര എന്ന് പറയണം. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം. ഒരു നിമിഷം എല്ലാരും തകർന്നു പോയി. അവർക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ പറയുന്ന സുമംഗലയ്ക്കോ പ്രഭാവതിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരന്തം വിട്ട് നിൽക്കുകയാണ്. അജയ് ചോദിച്ചു, അതെങ്ങനെ ശരിയാവാൻ വക്കീലേ? സ്വത്തിൽ അമ്മയ്ക്കൂടെ അവകാശമുള്ളതല്ലേ? അപ്പൊ അമ്മയും കൂടെ തീരുമാനിക്കണ്ടേ ആർക്ക് കൊടുക്കണോന്ന്? അല്ല അച്ഛന്റെ സ്വത്ത് മാത്രമല്ലോ അതെന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പം വക്കീല് പറഞ്ഞു, അതെ സൂര്യ സാറിന്റെ സ്വത്ത് മാത്രം ഭാഗം വെച്ചിരിക്കുന്നേ. അപ്പൊ അമ്മയ്ക്ക് ഇതിനകത്തൊരു അവകാശം ഇല്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം സൂര്യനാരായണൻ പറഞ്ഞു, ആർക്കാ സംശയം? പ്രഭാവതിക്ക. എന്റെ സ്വത്തിലൊന്നും ആർക്കും ഒരു അവകാശമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിൽ ആർക്കും അവകാശമില്ലെന്ന് പറയാ. അല്ല പ്രഭാവതിയോട് ആരെ കള്ളത്തരം പറഞ്ഞെന്ന് ചോദിക്കുക. സുമംഗല പെട്ടു. സുമംഗല പ്രഭാവതിനെ നോക്കുകയാണ്. പ്രഭാവതി ഇങ്ങനെ രൂക്ഷമായിട്ട് സുമംഗലയെ നോക്കുകയാണ്. അപ്പൊ സുമംഗലയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. നിനക്കൂടെ അവകാശപ്പെട്ട സ്വത്താണ് ഇവിടെ, നിന്റെ പേരിലൂടെ ഉണ്ട്. അപ്പൊ നീ വേണം എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീർപ്പാക്കാനായിട്ട്. നിന്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞേ. പക്ഷെ ഇപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നേ. പ്രഭാവതിക്ക് ഒന്നിനും ഒരു അവകാശം ഇല്ലായിരുന്നുള്ള കാര്യം. പ്രഭാവതി വെറും ഡെമ്മി പീസ് മാത്രമായിരുന്നു. സൂര്യനാരായണൻ ഇതൊക്കെ പ്രഭാവതി മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്ന സൈസാ. അതുകൊണ്ടാ നേരത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ എല്ലാം ഊഹിച്ചു വെച്ചിരുന്നേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചിലപ്പം തോന്നിക്കാണുമായിരിക്കും. ഈ സമയം അഭി ചോദിച്ചു, അല്ലച്ചാ അങ്ങനെ എങ്ങനെയാ വരുന്നേ? അമ്മയ്ക്കൂടെ അതിനകത്ത് അവകാശം ഉണ്ടെന്ന് ആള് പറഞ്ഞു. ആര് പറഞ്ഞു? അല്ല മുത്തശ്ശി ഇതിനു മുമ്പ് ഇങ്ങനെ പറയുന്ന കേട്ടെന്ന് പറയാം. സുമംഗലി ആകെപ്പാടെ പെട്ടുപോയി. ആഹാ അപ്പൊ അമ്മയായിരുന്നു ഇതിന്റെ പിന്നിലല്ലേ? അന്നൊരു സത്യം പറഞ്ഞു, ഈ പറയുന്ന പ്രഭാവതിക്ക് എന്റെ സ്വത്തിൽ യാതൊരു അവകാശം ഇല്ലെന്ന് പറയാം. പിന്നെ അറിയാലോ ആ വീട്ടിൽ നിന്ന് ആർക്കും പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു തരി സ്വത്തിന് പോലും ആർക്കും അർഹതയില്ലെന്ന് പറയുവാണ്. തലയിൽ ഇടുത്തി വീണ പോലെ ബാക്കി എല്ലാവരും നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കണ്ടേ. ഇനിയാണ് നമ്മൾ ജാനകിയുടെ പുതിയ മുഖം കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.